Hello, my beauties! Came up with another makeup vlog. So, starting off with സെറ്റാഫിൽ എൻ്റെ ഫേസ് നല്ല സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ സെറ്റാഫിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് നല്ല മോയ്സ്റ്റ് ആയിട്ട് വേണമെന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സെറ്റാഫിൽ യൂസ് ചെയ്യുന്നത്. നല്ലതുപോലെ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ഫേസിൽ. ഐ ജസ്റ്റ് ലവ് ദാറ്റ്. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് ലിപ് ബാം യൂസ് ചെയ്യുകയാണ്. ഇത് ലിനേജിൻ്റെ ഒരു ലിപ് ബാമാണ്, ഒരു മിനി വേർഷൻ ആയിട്ടുള്ള സാധനമാണ്. ദിസ് ഈസ് റിയലി ഗുഡ്. പക്ഷെ എനിക്ക് ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവരൊരു പിങ്ക് വേർഷൻ ഉണ്ട്, അത് സ്ലീപ്പ് മാസ്ക് ആണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രൈമറായിട്ട് യൂസ് ചെയ്യുന്നത് റെനേൻ്റെ ആണ്. റെനേൻ്റെ പ്രൈമർ അടിപൊളിയാണ് കേട്ടോ. ജസ്റ്റ് ബ്ലേഴ്സ് മൈ പോഴ്സ് ഒക്കെ നല്ലോണം ബ്ലർ ചെയ്യുന്നുണ്ട്. പിന്നെ ഷൈനുള്ള ഭാഗത്തൊക്കെ നല്ലൊരു മാറ്റ് ഫിനിഷും തരുന്നുണ്ട്. മേക്കപ്പ് നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. LA ഗേളുടെ ഒരു കൺസീലർ യൂസ് ചെയ്യുക. ഡിസ്കളറേഷൻ എവിടെയാണ് ഉള്ളത്, പിന്നെ എവിടെയൊക്കെ എനിക്ക് കൺസീൽ ചെയ്യേണ്ടത്, ഡാർക്ക് സർക്കിൾസ് ഉള്ളത്, അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഹെവി ആയിട്ടൊന്നും ഞാൻ എന്തായാലും ചെയ്യുന്നില്ല, ബിക്കോസ് എനിക്ക് കുറച്ചൊരു ലൈറ്റ് വേർഷനാണ് വേണ്ടത്. ബട്ട് ഞാൻ അബവ് മൈ ഐസ് ഞാൻ ഇടുന്നുണ്ട്. ഷാഡോസ് ഒന്ന് എടുത്ത് കാണിക്കണം, അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. ഫിംഗേഴ്സ് കൊണ്ട് തന്നെ നല്ല ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പാക്കിൻ്റെ മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്യാണ്. ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഫിക്സ് ആയി കിടക്കും. മേക്കപ്പിന് ഒരു സ്മഡ്ജിങ്ങോ ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. പിന്നെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബിക്കോസ് നമ്മൾ വാട്ട് ഹാപ്പൻസ് ഇസ് അതിൻ്റെ ഡ്രോപ്ലെറ്റ്സ് എല്ലായിടത്തും ഉണ്ടാവും. സോ അതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ബ്യൂട്ടി ബ്ലെൻഡറിനെ കൊണ്ട് ഫുള്ളായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഐ മേക്കപ്പിലാണ്. സോ ഞാൻ ഹ്യൂബ ബ്യൂട്ടീൻ്റെ ഒരു പാലറ്റ് എടുത്തിട്ട് ഇതിൽ നിന്നൊരു ട്രാൻസിഷൻ ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ ഫുൾ ലെഡ് മൊത്തം ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഡാബ് ചെയ്തതിന് ശേഷമാണ് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ആ കളറൊന്ന് ടോൺ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോമ്പാക്റ്റ് എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് ആ ഷെയ്ഡ് ഒന്ന് ഒരു ടോൺ ഡൗൺ ചെയ്യണമായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞിട്ടൊരു ബ്രൗൺ ലൈനർ എടുത്തിട്ട്, അതായത് കാജൽ എടുത്തിട്ട് ലൈനറായിട്ട് യൂസ് ചെയ്തതിന് ശേഷം സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മോക്കി എഫക്റ്റ് ഉണ്ടാവും. അതൊന്ന് അവിടെ ഫിക്സ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് കണ്ണിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതായത് നമ്മളെവിടെ ലൈനർ യൂസ് ചെയ്തിന് അവിടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പാക്കിൻ്റെ ഈ ഒരു പാലറ്റിൽ നിന്ന് കോൺടോർ എടുത്തിട്ട് കോൺടോർ ചെയ്യുകയാണ്. കഴിഞ്ഞിട്ട് ഷുഗറിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഞാൻ വാങ്ങിയിട്ട് അത് ഈ സാധനം എല്ലാവരും എനിക്ക് വേണ്ടിണ്ടായിരുന്നത്. അപ്പം ദെൻ ഞാനതൊരു എൻ്റെ നല്ലൊരു ബ്ലഷായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം ഈ ഒരു ലിപ്സ്റ്റിക്കും കൂടി ടോപ്പ് ചെയ്യുന്നുണ്ട്. ഒരു 2-3 ലിപ്സ്റ്റിക് ഞാൻ ടോപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ഒരു കളറ് വേണം, അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ടോപ്പ് ചെയ്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, നല്ല രസമില്ലേ ഒരു കളറ്. കഴിഞ്ഞിട്ട് പാക്കിൻ്റെ ഇതേ പാലറ്റിൽ നിന്ന് പീച്ച് കളർ എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലഷിൻ്റെ ഭാഗത്ത് നമ്മൾ ക്രീം ബ്ലഷാണല്ലോ യൂസ് ചെയ്യുന്നത്, അതൊന്ന് ഫിക്സ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രൗൺ കളർ ലൈനർ എടുത്തിട്ട് താഴത്തെ ലാഷ് ലൈനിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ആൻഡ് ദെൻ വാട്ട് എവർ വാസ് ലെഫ്റ്റ് ഔട്ട് ഇൻ ദ ബ്രഷ് അതെടുത്തിട്ട് എൻ്റെ താഴത്തെ ലാഷ് ലൈനിൽ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കൺസീലർ എടുത്ത് കൺസീൽ ചെയ്യുകയാണ്. അത് ബ്രൈറ്റൻ ചെയ്യാൻ കേട്ടോ ഞാനിത് ചെയ്യുന്നത്. ആൻഡ് ദെൻ ലെസ് ഇസ് മോർ, അതെപ്പോഴും നമ്മളെ മൈൻഡിൽ വേണം. എന്നിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാക്കിൻ്റെ മിനി ട്രാൻസ്ലൂസൻറ്റ് പൗഡർ ഉണ്ട്. ട്രാൻസ്ലൂസൻ്റ് അല്ല, ഞാൻ അതിൻ്റെ ഒരു കളറാണ് എടുത്തത്. ഐ ജസ്റ്റ് ലിങ്ക് ഇറ്റ് ഡൗൺ സംവെയർ, എവിടെയെങ്കിലും എഴുതി വെക്കാം. അത് ബ്രൈറ്റൻ ചെയ്യേണ്ട അടുത്തൊക്കെ ഞാൻ അത് യൂസ് ചെയ്യുകയാണ്. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റ് ഫിനിഷ് കിട്ടും. പിന്നെ അതിൻ്റെ മേലെ ഞാൻ ടോപ്പ് ബ്രോൺസർ എടുത്തിട്ട് ബ്രോൺസ് ചെയ്യാണ്. അതായത് എവിടെയൊക്കെ കോൺടോർ യൂസ് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ ബ്രോൺസർ എടുത്തിട്ട് യൂസ് ചെയ്യാണ്. ബിക്കോസ് കോൺടോർ എന്ന് പറഞ്ഞാൽ ഒരു കൂൾ അണ്ടർ ടോണിലാണ്, ബ്രോൺസർ എന്ന് പറയുന്നത് ഒരു വാം അണ്ടർ ടോണിലാണ്. അപ്പോൾ ഒരു വാംനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം ലാഷസ് ഒന്ന് കേൾ ചെയ്യാണ് വിത്ത് ദ കേളർ. ആൻഡ് ദെൻ മസ്കാര എടുത്ത് ലാഷ്ലെസ്സിലേക്കൊക്കെ മസ്കാര ഇട്ട് കൊടുത്തതിന് ശേഷം വാട്ട് എവർ ഈസ് ലെഫ്റ്റ് ഔട്ട് അതിൻ്റെ ഐബ്രോസിലേക്ക് ഇടാണ്. എന്നിട്ട് നേരത്തെ ഇട്ടിട്ടുണ്ടായ ലിപ് ബാമിനെ മാറ്റിയതിന് ശേഷം ഒരു ബ്രൗൺ ലിപ്പ് ലൈനർ എടുത്തിട്ട് ലിപ്സിന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് ദെൻ ടേക്കിംഗ് ദിസ് ഷുഗർ ലിപ്സ്റ്റിക്, നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്, അത് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒന്ന് ബ്ലോട്ട് ചെയ്ത് കൊടുക്കുകയാണ് വിത്ത് യൂസിങ് എ ടിഷ്യൂ പേപ്പർ.
അത് കഴിഞ്ഞിട്ട് വെസ്റ്റ് സൈഡിൽ നിന്ന് ഞാൻ വാങ്ങിച്ചൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് ഉണ്ട്, അത് യൂസ് ചെയ്യാണ്. ഇതെന്താ ഷെയ്ഡ് സ്പൈസ് കുറച്ചും കൂടി ഓറഞ്ചിഷ് അണ്ടർടോണിലാണ് വരുന്നത്. ഓറഞ്ചിഷ് അല്ല, ഒരു പീച്ച്നെസ് ഉണ്ടാവും ആ സാധനത്തിന്. അതൊന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് ദെൻ മൈ മേക്കപ്പ് ഇസ് ഓൾ സെറ്റ്. ഞാൻ ഔട്ട്ഫിറ്റൊക്കെ മാറ്റി വന്നു. സോ ഞാൻ കൺഫ്യൂഷനിലായിരുന്നു എന്താ യൂസ് ചെയ്യേണ്ടത്, ഈ ഒരു ഓക്സിഡൈസ്ഡ് ആണോ അല്ലെങ്കിൽ ഈ ഒരു ഡയമണ്ടിൻ്റെ നെക്ലെസ് ആണോ എന്ന്. ഒബ്വിയസ്ലി ഡയമണ്ട് വൺ, ബിക്കോസ് ഈ ഒരു ഔട്ട്ഫിറ്റിന് ഡയമണ്ട് നല്ലോണം ചേരുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇയറിംഗ് ആണ്. ഐ റിയലി ലവ് ദിസ് പീസ്. ചെറിയൊരു ഡയമണ്ട് നെക്ലെസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു എലിഗൻസ് ഉണ്ട്, ഈ ഔട്ട്ഫിറ്റിന് നല്ലോണം മാച്ച് ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും പെർഫ്യൂം യൂസ് ചെയ്യുമ്പോൾ ജ്വല്ലറിക്ക് ആവാൻ പാടില്ല, ബിക്കോസ് അതിൻ്റെ എന്താ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ ചാൻസ് നല്ലോണം ഉണ്ട്, ഷൈനൊക്കെ പോകും ഡയമണ്ട്സിൻ്റെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ ഷോൾ. ഐ റിയലി ലവ് ദ ഷോൾ. മൊഡാൾ സിൽക്കിൻ്റെ അജ്രക് പ്രിൻറ്റിൽ വരുന്നതാണ്. ഇതെൻ്റെ സ്റ്റോറിൽ തന്നെ ഞാൻ കസ്റ്റമൈസ് ചെയ്തതാണ്. ഐ റിയലി ലവ് ദിസ് ഔട്ട്ഫിറ്റ്. എനിക്ക് നല്ല കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഔട്ട്ഫിറ്റിനും മേക്കപ്പിനും ഓൾ ടുഗെദർ. സോ യാ, സീ യു ഓൾ മൈ നെക്സ്റ്റ് വീഡിയോ. Until then, bye.